BJT as a switch. BJTനെ ആംപ്ലിഫയർ ആയിട്ടും സ്വിച്ച് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് BJPനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 3 റീജിയൻസ് ഓഫ് ഓപ്പറേഷനാണ് BJTക്ക് ഉള്ളത്. ഒന്ന് ലീനിയർ അല്ലെങ്കിൽ ആക്റ്റീവ്, പിന്നെ ഒരു സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്, ഒരു കട്ട് ഓഫ് റീജിയൻ ഉണ്ട്. ലീനിയർ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ BJT ആക്ട്സ് ആസ് ആൻ ആംപ്ലിഫയർ. ആംപ്ലിഫയർ ആവാനായിട്ട് ആക്റ്റീവ് റീജിയനിൽ യൂസ് ചെയ്യുക. സപ്പോസ് നമുക്ക് BJTനെ ആസ് ദിസ് ടോപ്പിക് സ്വിച്ച് ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ്ലി സാച്ചുറേഷൻ റീജിയനും കട്ട് ഓഫ് റീജിയനിലാണ് BJTനെ വർക്ക് ചെയ്യിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ BJT ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. സോ ഓഫ് സ്റ്റേറ്റിൽ കട്ട് ഓഫ് റീജിയനിൽ BJT വർക്ക് ചെയ്യും, ഓൺ സ്റ്റേറ്റിൽ സാച്ചുറേഷൻ റീജിയനിൽ BJT വർക്ക് ചെയ്യും. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ സർക്യൂട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് BJT. സോ BJT ആസ് ദ നെയിം സജസ്റ്റ് ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. സോ ഈ ട്രാൻസിസ്റ്ററിന് 3 ഇൻപുട്ട്സ് ഉണ്ട്. അതായത് ഒരു കളക്ടർ ഉണ്ട്, ഒരു എമിറ്റർ ഉണ്ട്, ഒരു ബേസ് ഉണ്ട്. ആൻഡ് ടു ദ കളക്ടർ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് നെയിംഡ് ആസ് RC. ആൻഡ് അതിൻ്റെ ഒരു വാല്യൂ, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ എഴുതുന്നത്, അതിൻ്റെ വാല്യൂ 0.7 kilo ohm. ഈ RCയിലൂടെ ഈ കളക്ടറിനെ കണക്ട് ചെയ്ത് ഒരു വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് VCC, വിച്ച് ഇസ് ഗിവൺ ആസ് +5 volt. സിമിലർലി ബേസ് ഒരു റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് RB, വിച്ച് ഇസ് 50 kilo ohm. ആൻഡ് ബേസിലേക്ക് ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് +5 ത്രൂ എ സ്വിച്ച്. സോ ഈ സ്വിച്ചും ഈ +5ൻ്റെ കോമ്പിനേഷൻ കൊണ്ട് നമുക്ക് എന്ത് പറ്റും, ഒരു പൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ 0 volt വരും. ആൻഡ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് 5 volt വിൽ അപ്പിയർ ഹിയർ. കുറച്ച് കഴിഞ്ഞ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് അഗെയിൻ ബിക്കംസ് 0. സോ ഇതിൻ്റെ കൺട്രോളിലൂടെ ഇവിടെ ഒരു പൾസ് ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇൻ ദിസ് കോൺഫിഗറേഷൻ വെയർ ദ എമിറ്റർ ഇസ് ഗ്രൗണ്ടഡ് ഇസ് നോൺ ആസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. സോ ഈ കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് നമ്മൾ BJT ഒരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ 2 സ്റ്റേറ്റ് ആണുള്ളത്, ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഓൺ സ്റ്റേറ്റ്. സോ ഓഫ് സ്റ്റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്വിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചൊക്കെയാണ്, അതായത് ഇങ്ങോട്ട് സപ്ലൈ ഒന്നുമില്ല. സോ ദിസ് പോയിന്റ്, ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ 0 ആണ്. ആൻഡ് ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇസ് ബേസിക്കലി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് B ആൻഡ് E. സോ ജംഗ്ഷൻ BEയുടെ പൊട്ടൻഷ്യലാണ് ഇവിടെ വരുന്നത്, കാരണം ഈ ഗ്രൗണ്ടഡ് ആണ്. സോ ഗ്രൗണ്ട് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള പൊട്ടൻഷ്യലാണ് ഈ പോയിന്റ് വരുന്നത്. ഈ ഗ്രൗണ്ടഡ് ആണ്, ഇങ്ങോട്ടേക്ക് ഒരു വോൾട്ടേജും ഇല്ല. സോ ദിസ് ഇസ് ഓൾസോ 0 volt. ഇവിടെ 0 volt, ഇവിടെ 0 volt, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നുമില്ല. സോ ദ കറണ്ട് വിൽ ബി 0. ഈ കറണ്ട് 0 ആണെങ്കിൽ എന്തായിരിക്കും കളക്ടർ കറണ്ട്? സോ ആ റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുകയാണ്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ബേസിക്കലി എ റിലേഷൻ ബിറ്റ്വീൻ ദിസ് വോൾട്ടേജ്, അതായത് എമിറ്ററും കളക്ടറും അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ്. ഇവിടെയാണ് VCE എന്ന് പറയുന്ന വോൾട്ടേജ് വരുന്നത്. ഈ VCE വോൾട്ടേജും ഈ കളക്ടർ കറണ്ടും തമ്മിലുള്ള റിലേഷൻ ഫോർ എ ഗിവൺ IB, ഒരു തന്ന IBക്ക് എന്താണ് കളക്ടർ എമിറ്റർ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജും ഇവിടെ വരുന്ന കറണ്ടുമായിട്ടുള്ള റിലേഷൻ, അതിനെയാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ആ പ്ലോട്ട് നോക്കാം. അതിന് മുമ്പ് ബീറ്റ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ബീറ്റ എന്ന് പറയുന്നത് കറണ്ട് ഗെയിനാണ് ഫോർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ കോൺഫിഗറേഷനുള്ള കറണ്ട് ഗെയിനാണ് ബീറ്റ. എന്താണ് ബീറ്റ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിവിടെയാണ് എടുക്കുന്നത്. സോ ദിസ് ഇസ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. സി VCE വേഴ്സസ് IC ഫോർ എ ഗിവൺ IB. ഈ വാല്യൂവിൽ IB = 0 ആണ്. IB = 0 മൈക്രോ ആംപിയർ. ഇതാണ് ലൈൻ വരുന്നത്, വിച്ച് മീൻസ് IC = 0. IC 0 ആണ്. ആൻഡ് ആ പെർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സർക്യൂട്ടിൽ സംഭവിക്കുന്നത് IC 0 ആകുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് 0 ആണ്. സോ ഇവിടെ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് 0 ആണ്. സോ ഈ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ AFCE ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. റിമൈനിങ് ഇസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. സോ VCE ആണ് റിമൈനിങ് ഉള്ളത്. സോ ഇതാണ് ആ ലൂപ്പിനുള്ള റിലേഷൻ വരുന്നത്. VCE = VCC, നമ്മളെ കൊടുത്തിട്ടുള്ള വോൾട്ടേജ് മൈനസ് ICRC. ഈ തന്ന സിറ്റുവേഷനിൽ ICRC ഇല്ല, കാരണം IC 0 ആണ്. സോ VCE = VCC. ഫോർ ഗിവൺ എക്സാമ്പിൾ VCE = 5 volt.
അതുകൊണ്ട് കട്ട് ഓഫ് മോഡിൽ IB 0 ആണ്. IB 0 ആയതുകൊണ്ട് ഡ്യൂ ടു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് IC 0 ആണ്. IC 0 ആയതുകൊണ്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് VCE ഓഫ്, അതായത് സ്വിച്ച് ഓഫ് എന്നുള്ള കണ്ടീഷനാണ് = VCC. ഇത് നമ്മൾ ഐഡിയൽ കേസിലാണ് പറയുന്നത്. പ്രാക്ടിക്കലി IB 0 ആകുമ്പോൾ ഒരു ചെറിയൊരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഒഴുകുന്നുണ്ട്. ICEO എന്നുള്ളൊരു കറണ്ട് ആക്ച്വലി ഇതിലൂടെ ഒഴുകും, ഈ പോയിന്റിലൂടെ ഒഴുകും. ഇങ്ങനെ IC വിൽ ബി ഈക്വൽ ടു ICE0. പക്ഷേ ഫോർ സിംപ്ലിസിറ്റി നമ്മൾ തൽക്കാലം ICE0നെ 0 ആയിട്ട് അസ്യൂം ചെയ്യുകയാണ് വെൻ IB = 0 എന്ന് പറയുന്നത്. സോ ഇതാണ് ഓഫ് സ്റ്റേറ്റിൽ സംഭവിക്കുന്നത്. IB = 0, അതുകൊണ്ട് തന്നെ IC = 0 ആൻഡ് VCE = VCC. ഒരു റിലേഷൻ കൂടി നോക്കണം, ബീറ്റയുടെ റിലേഷൻ. ചേഞ്ച് ഇൻ IC = ബീറ്റ ടൈംസ് ചേഞ്ച് ഇൻ IB. ഇപ്പോൾ ബീറ്റ = 125 എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര ചേഞ്ചാണോ IBയിൽ വരുന്നത് അതിന് 125 ടൈംസാണ് ചേഞ്ച് ഇൻ IC വരുന്നത്. അതുകൊണ്ടാണ് ബീറ്റ IB = മൈക്രോ ആംപിയേഴ്സിൽ എടുക്കുമ്പോൾ ICക്ക് മില്ലി ആംപിയേഴ്സിലുള്ള ചേഞ്ച് വരുന്നത്. ഓക്കെ, സോ ഇനി ഈ ഇക്വേഷൻ നമുക്ക് ജനറലായിട്ട് വേണമെങ്കിൽ എഴുതാൻ പറ്റും. IC = ബീറ്റ IB എന്ന് എഴുതിയാലും മിസ്റ്റേക്ക് പറ്റില്ല. ഇത് നമ്മൾ ഈ ഇക്വേഷനും നമ്മൾ യൂസ് ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് ഓൺ സ്റ്റേറ്റിലേക്കാണ്. ഇത് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. ഓഫ് സ്റ്റേറ്റിൽ ഒരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായിരിക്കും ഇക്വലൻ്റ്ലി ഇവിടെ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റിൽ? നമ്മൾ പറഞ്ഞു ഓഫ് സ്റ്റേറ്റിൽ ഇത് സ്വിച്ച് ഓഫായിട്ടാണ് ഇരിക്കേണ്ടത്. ഇസ് ഇറ്റ് ആക്ച്വലി ഓഫായിട്ടുള്ള സ്വിച്ചിന് എന്തായിരിക്കും വരുന്ന റെസിസ്റ്റൻസ്? ഇറ്റ് ഷുഡ് ഹാവ് ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ്. ഓഫായിട്ടുള്ള സ്വിച്ചിൽ അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് നോക്കാം. സോ അതിനായിട്ട് നമ്മളൊരു ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. സോ ഫോർ ദ ഗിവൺ കണ്ടീഷൻ എന്തായിരിക്കും ഇവിടെ വരുന്ന വോൾട്ടേജ്? അവിടെ വരുന്ന വോൾട്ടേജ് VCE ആണ്. പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു VCE = VCC. കാരണം എന്താ? IC 0 ആണ്. ആൻഡ് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ICE0 ആണ്. അതും നമ്മൾ അസ്യൂം ചെയ്ത് 0 ആയിട്ട്. സോ R കട്ട് ഓഫ്, അതായത് ഇവിടെ വരുന്ന റെസിസ്റ്റൻസ് = VCC, ഇതിനെ വരുന്ന അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് / ICE0. ICE0 നമ്മൾ 0 മില്ലി ആംപിയർ എന്നാണ് അസ്യൂം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? R കട്ട് ഓഫ് = ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് വിച്ച് ഇസ് ഇക്വലൻ്റ് ടു ആൻ ഓപ്പൺ സ്വിച്ച്. സോ കട്ട് ഓഫ് റീജിയനിൽ ടാക്സ് ആസ് ആൻ ഓപ്പൺ സ്വിച്ച്. ഇനി ഓൺ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൺ സ്റ്റേറ്റ് ഒരു ഐഡിയൽ സ്വിച്ച് ഓൺ ആണെങ്കിൽ എന്തായാലും അതിന് അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസും ഇല്ല, ഓർ റെസിസ്റ്റൻസ് അക്രോസ് ദാറ്റ് പോയിന്റ് ഇസ് 0. ആ പോയിന്റിൽ വരുന്ന റെസിസ്റ്റൻസ് 0 ആയിരിക്കും. 0 റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അതിനെ ക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 × ദാറ്റ് കർവ്, വാട്ട് എവർ കറണ്ട് ഇസ് ഫ്ലോയിങ് ഇറ്റ് വിൽ ബി 0. സോ അവിടെ വരുന്ന ഓൺ വോൾട്ടേജും 0 ആയിരിക്കും ഐഡിയലി. ഇവിടെ വരുന്ന ഓൺ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് വോൾട്ടേജ് VCE ആണ്. സോ VCE ആണ് ഓൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി 0. സോ നേരത്തെ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ VCE = VCC - ICRC. ആൻഡ് ഓൺ സ്റ്റേറ്റിൽ VCE 0 ആയതുകൊണ്ട് നമ്മളത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ICRC ഇങ്ങോട്ട് എടുക്കാം നമുക്ക്. ICRC = VCC, ഓർ എന്തായിരിക്കും IC വിൽ ബി VCC/RC. തന്ന എക്സാമ്പിളിൽ IC വിൽ ബി 5/0.7 kilo ohm, that will be 7.1 മില്ലി ആംപിയർ. ഇതാണ് മാക്സിമം ഒഴുകുന്ന കറണ്ട്. So this is the saturation current, IC sat എന്ന് വിളിക്കുന്നത്. So IC sat in the given example is 7.1 milliampere, and that will vary when you change value of VCC and RC. So ഇത്തരം എക്സാമ്പിൾ 7.1 milliampere ആണ്. സോ എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞു ഈ സ്വിച്ചിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റിലാണ്. സോ ഈ ഓഫ് സ്റ്റേറ്റിൽ ഇത് കട്ട് ഓഫ് റീജിയനിലാണ്, അത് നമ്മൾ പറഞ്ഞു. നമ്മൾ ഒരു കാര്യം കൂടിയും പറഞ്ഞു, ഓൺ സ്റ്റേറ്റ് ആകുമ്പോൾ ഇത് സാച്ചുറേഷനിലേക്ക് പോകുന്നു. കാരണം ആക്റ്റീവ് റീജിയനിലല്ല വർക്ക് ചെയ്യുന്നത്, ഒന്നില്ലെങ്കിൽ കട്ട് ഓഫ് അല്ലെങ്കിൽ സാച്ചുറേഷൻ എന്ന രീതിയിലേക്കാണ് പോകുന്നത്. സാച്ചുറേഷൻ രീതി എന്ന് പറയുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് സാച്ചുറേഷൻ കറണ്ട് ആയിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്തായിരിക്കണം IB സോ ദാറ്റ് IC സാച്ചുറേഷൻ ആവുന്നു ഇത് ഓൺ ആക്കുമ്പോൾ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബീറ്റയുടെ റിലേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ബീറ്റ = IC/IB, ഓർ IB എന്തായിരിക്കും ഫോർ ദ ഗിവൺ
IC saturation by beta, which is 7.1 milliampere by beta. ഇവിടെ ബീറ്റ 125 ആയിരുന്നു. സോ 56.8 മൈക്രോ ആംപിയർ. ഈ തന്ന എക്സാമ്പിളിൽ ഐ ബിയുടെ വാല്യൂ 56.8 മൈക്രോ ആംപിയറോ അതിലോ കൂടുതലോ ആവുകയാണെങ്കിൽ IC എന്ത് പറ്റും? IC സാച്ചുറേറ്റഡ് ആയിരിക്കും. IC സാച്ചുറേറ്റഡ് ആവുകയാണെങ്കിൽ എന്ത് പറ്റും? IC/RC VCC തന്നെയാവും. So VCC തന്നെയാവുകയാണെങ്കിൽ VCE will be 0 or switch will be in the on state. സോ നമ്മളുടെ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് വി ഹാവ് ടു ഡിസൈൻ എന്ത് കാര്യങ്ങൾ? ടു ഡിസൈൻ RB ആൻഡ് V ഇൻപുട്ട്. ഇതിനെ V ഇൻപുട്ട് എന്നാണ് വിളിക്കുന്നത്. V ഇൻപുട്ട് സച്ച് ദാറ്റ് ഐ ബിയുടെ വാല്യൂ ഈ തന്ന എക്സാമ്പിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 56.8 മൈക്രോ ആംപിയർ. സോ അത് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഐ ബി കണ്ടുപിടിക്കാൻ എന്താണ് ഫോർമുല? ഈ പൊട്ടൻഷ്യൽ മൈനസ് ഈ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ RB ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഐ ബി കിട്ടും. സോ ഈ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഈ പൊട്ടൻഷ്യൽ 5 വോൾട്ടാണ്. ഈ പൊട്ടൻഷ്യൽ നമ്മൾ ഇത് കണ്ടക്റ്റിംഗ് ആവുമ്പോഴുള്ള വോൾട്ടേജാണ്. സോ ദിസ് ഈസ് കണ്ടക്റ്റിംഗ്. കറണ്ട് കൊടുക്കണമെങ്കിൽ കണ്ടക്റ്റിംഗ് ആയിരിക്കണം. കണ്ടക്റ്റിങ്ങിൻ്റെ എന്താണ് സിറ്റുവേഷൻ വരുന്നത്? ഈ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഡയോഡ് മോഡൽ ഓഫ് ട്രാൻസിസ്റ്റർ. സോ ബിയിനും ഇനും അക്രോസ് ആയിട്ട് ഒരു ഡയോഡ് കണക്ട് ചെയ്യുന്നതിൻ്റെ ഇക്വലൻ്റ് ആണ്. ഒരു ഡയോഡ്, ഒരു കണ്ടക്റ്റിംഗ് ഡയോഡിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയായിരിക്കും? ദാറ്റ് ബി 0.7 വോൾട്ട്. കാരണം എന്താ? ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കർവ്. അതായത് ഒരു ഡയോഡ് 0.7 വോൾട്ട് എത്തുന്നവരെ എന്തായിരിക്കും? അത് കണ്ടക്ട് ചെയ്യില്ല. 0.7 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് വോൾട്ടേജ് ആയിക്കഴിഞ്ഞാൽ അതിന് ശേഷം ഇറ്റ് വിൽ കണ്ടക്ട്. സോ ഓൺ ആൻ ആവറേജ് ഒരു കണ്ടക്റ്റിംഗ് ഡയോഡിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് 0.7 ആയിട്ടാണ് നമ്മൾ എടുക്കുക. സോ VBE ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ വിൽ ബി 0.7 വോൾട്ട്. സോ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐ ബി കണ്ടുപിടിക്കുന്നത്. സോ IB ഈസ് ഈക്വൽ ടു V ഇൻപുട്ട് മൈനസ് VBE ബൈ RB. ഈ വാല്യൂ നമ്മുടെ ISAT ബൈ ബീറ്റയുടെ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? IC വിൽ ഗോ ടു സാച്ചുറേഷൻ. സോ തന്ന എക്സാമ്പിളിൽ എത്രയാണ്? V ഇൻപുട്ട് വാസ് 5 വോൾട്ട് മൈനസ് VBE 0.7 ഡിവൈഡ് ബൈ 50 കിലോ ഓം. കാരണം RB 50 കിലോ ഓം ആണ് എടുത്തത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 86 മൈക്രോ ആംപിയർ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 56.8 മൈക്രോ ആംപിയർ. സോ ആ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ IB 0 എന്ന് നേരെ 86 മൈക്രോ ആംപിയറിലേക്ക് ഇൻക്രീസ് ചെയ്യും. ആൻഡ് 86 മൈക്രോ ആംപിയറിലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? IC will be greater than 7.1 milliampere or it will saturate in 7.1 milliampere and it will state will shift from in the cut off region saturation region ലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ആ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ then it will be an on state. സോ സാച്ചുറേഷൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറ്റുന്നത്? സോ ഇപ്പോൾ IC സാച്ചുറേഷനായി. ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് will be VCE sat. VCE sat എന്ന് പറഞ്ഞാൽ ഓൺ സ്റ്റേറ്റിൽ ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് അത് എത്രയായിരുന്നു? നമ്മളത് പറഞ്ഞു. ഐഡിയൽ സ്വിച്ച് ആണെങ്കിൽ ദാറ്റ് വിൽ ബി 0 വോൾട്ട് എന്ന് പറഞ്ഞു. സോ R സാച്ചുറേഷൻ ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് വിൽ ബി VCE സാച്ചുറേഷൻ ഡിവൈഡ് ബൈ IC സാച്ചുറേഷൻ. VCE സാച്ചുറേഷൻ 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡിവൈഡഡ് ബൈ IC സാച്ചുറേഷൻ ദാറ്റ് ബി 0 ഓം. അതിനർത്ഥം എന്താ? സിനും ഇനും അക്രോസ് ആയിട്ട് വരുന്നത് 0 റെസിസ്റ്റൻസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു കണക്ടിങ് എ വയർ. സോ ദിസ് ഇസ് ലൈക്ക് ആൻ ഓൺ സ്വിച്ച്. ഇങ്ങനെയാണ് BJT ഓൺ ആൻഡ് ഓഫ് സ്വിച്ചായിട്ട് നമ്മൾ യൂസ് ചെയ്യുക.